റാം നാരായൺ റാം. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ആകാശത്തിൽ എല്ലാ നക്ഷത്രങ്ങളുമുണ്ട്, താറുകളുമുണ്ട്. സൂര്യനേക്കാൾ നിരവധി തവണ വലുതായ നക്ഷത്രങ്ങൾ ആകാശത്തിൽ ഉണ്ട്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ആ സൃഷ്ടി ഒരു അണുവിന്റെ വലിപ്പമേയുള്ളതായിരുന്നു. എന്നാൽ ആ ക്രമത്തിൽ അതിന്റെ വികസനം നടന്നുകൊണ്ടിരുന്നുവെന്ന് കാണാം. പിന്നീട് അതൊരു മഹാസൃഷ്ടിയായി വളർന്നു. ഉദാഹരണത്തിന്, വടവൃക്ഷം വളരെ വലുതാണ്, എന്നാൽ അതിന്റെ വിത്ത് വളരെ ചെറുതാണ്. ആ ചെറുതായ വിത്ത് നട്ടു വളർത്തിയാൽ ഒടുവിൽ ഒരു മഹാവൃക്ഷമായി മാറുന്നു. അതുപോലെ തന്നെ ആകാശത്തിലെ എല്ലാ നക്ഷത്രങ്ങളും ആദ്യത്തിൽ അത്രയും ചെറുതായിരുന്നു. അത്ര ചെറുത് ശാസ്ത്രജ്ഞർ തങ്ങളുടെ ഉപകരണങ്ങളാൽ പോലും അതിനെ കാണാൻ സാധിക്കില്ലായിരുന്നു. ഈ ആകാശം പ്രാചീനവും അനന്തവുമായ വേദത്തിന്റെ ഒരു സമഗ്ര ഗ്രന്ഥമാണ്. മനുഷ്യൻ നിർമ്മിച്ചതല്ലാത്ത യഥാർത്ഥ ഗ്രന്ഥം ഇത് തന്നെയാണ്. അതിനുള്ളിൽ അനേകം താളുകൾ ഉണ്ട്, അതായത് അനേകം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും. ഓരോ ഗ്രഹത്തിന്റെയും ഉള്ളിലുണ്ട് പഞ്ചഭൂതങ്ങൾ. ഈ നക്ഷത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അവയും പഞ്ചഭൂതങ്ങൾ കൊണ്ടുതന്നെ രൂപപ്പെട്ടു. അതിൽ ജലമുണ്ട്, ഊർജമുണ്ട്, വായുവുണ്ട്, എല്ലാമുണ്ട്. ഇതിലൂടെയാണ് പ്രകൃതിയും നമ്മളും രൂപം കൊണ്ടത്. ഇവയുടെ ഊർജത്തിൽ നിന്നാണ് നമ്മുടെ മനസ്സും ബുദ്ധിയും ഉദിച്ചുയർന്നത്. ഈ ബുദ്ധിയും ചൈതന്യവുമാണ് നമ്മെ ശരിയായ രീതിയിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ ബുദ്ധി നമ്മെ സമയോചിതമായി ഉണർത്തുന്നു. നമ്മൾ തെറ്റായ വഴിയിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയും നമുക്ക് നല്ലതും ചീത്തയുമായുള്ള വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കുന്നു. അതിനൊപ്പം നമ്മുടെ സമഗ്ര വികസനത്തിനും സഹായകമാണ്. പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്, അതിന്റെ ക്രമത്തിൽ എല്ലാം നടക്കുന്നു. അതാണ് സിസ്റ്റം. ആ ക്രമം തന്നെ എല്ലായ്പ്പോഴും എല്ലാം ബന്ധിപ്പിച്ചു നിർത്തുന്നു. ആകാശത്ത് ഉള്ള എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തമ്മിൽ ഒരുപോലെ തുല്യതയോടെ സഞ്ചരിക്കുന്നു. അവ തമ്മിൽ ഒരിക്കലും ഇടിക്കാറില്ല, കാരണം അവ ഒരേ നിയമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആകാശത്തിൽ ഒരിക്കലും പക്ഷപാതമോ വിദ്വേഷമോ ഇല്ല. എന്നാൽ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ വൈരാഗ്യം, അസൂയ തുടങ്ങിയവ നിറഞ്ഞിരിക്കുന്നു. മനുഷ്യർ തമ്മിൽ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വ്യത്യാസം കാണുന്നു. നാം പ്രകൃതിയിൽ നിന്ന് എങ്ങനെ ക്രമപരമായി ജീവിക്കാമെന്ന് പഠിക്കേണ്ടതില്ലേ? ജീവിതം ഒരു ക്രമത്തിൽ ആക്കേണ്ടതല്ലേ? ആ ആശയം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. ആകാശത്തുനിന്നും അന്തരീക്ഷത്തിലുനിന്നും പ്രകൃതിയിലുനിന്നും നമുക്ക് എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇവയല്ലാതെ വലിയതൊന്നുമില്ല. ആകാശം ഒരിക്കലും താറുകൾക്കും ഗ്രഹങ്ങൾക്കും ഞാനാണ് വലിയത്, നിങ്ങൾ ചെറുതാണ് എന്ന് പറയുന്നില്ല. പിന്നെ മനുഷ്യൻ, ഇതെല്ലാം ലഭിച്ച മനുഷ്യൻ എന്തുകൊണ്ട് അഹങ്കാരത്തോടെ ഞാനാണ് എല്ലാം എന്ന് പറയും? ഇതേ സ്വഭാവമാണ് ഇന്ന് മാറ്റേണ്ടത്. ഭൂമിയിലും എല്ലാവരും തുല്യമായി ജീവിക്കാൻ അവസരമുണ്ടാകണം. ആരും ആരോടും പകയോ അസൂയോ കാണിക്കരുത്. നിങ്ങൾ ഈ സ്വഭാവം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജീവിതം ഒരു നിയമം പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എളുപ്പം ഒരു ശബ്ദത്തിൽ അറിയാം: റാം നാരായൺ റാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ബീജമന്ത്രമാണ്. ഇന്ന് വരെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ നാമത്തിൽ അർപ്പിതരായി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തിയിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾ വൈകുന്നത്? നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം റാം നാരായൺ റാം എന്നു നാമം ജപിക്കൂ. സൂക്ഷ്മമായി അത് നിങ്ങളുടെ ശ്വാസങ്ങളുമായി ഒന്നിച്ചിരിക്കും. ഒടുവിൽ അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ നാഡിയിലും ഒളിച്ചിരിക്കും.